الحمد لله وحده الصلاة والسلام على من لا نبي بعده صلى الله عليه وسلم. ബഹുമാന്യരായ സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിൻ്റെ പഠനവും അത് ജീവിതത്തിൽ നിലനിർത്തുക എന്നുള്ളത് ഒരു വിശ്വാസിയുടെ മേൽ ബാധ്യതയാക്കപ്പെട്ട കാര്യമാണ്. നമ്മളിവിടെ സ്ഥിരമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ക്ലാസ് ഖുർആനുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഈ ക്ലാസ്സിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് കേവലം ഒരു പാരായണ ഗ്രന്ഥം മാത്രമല്ല, മറിച്ച് മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറേണ്ടുന്ന ഒന്നാണ് ഖുർആൻ എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആനിൻ്റെ പ്രാധാന്യവും അതിൻ്റെ മഹത്വവും അതിൻ്റെ മൂല്യവും ഒരുപക്ഷെ മുസ്ലിം ഉമ്മത്തിന് ബോധ്യപ്പെടേണ്ട പോലെ ബോധ്യപ്പെട്ടിട്ടില്ല എന്നുള്ളത് വലിയൊരു സത്യമാണ്. ഖുർആൻ താഴെ വീണാൽ അതെടുക്കുകയും അത് ചുംബിക്കുകയും അതിന് പരിശുദ്ധി പറയുകയും ചെയ്യുന്ന ഉമ്മത്ത് ആ ഖുർആനിൻ്റെ മൂല്യം എത്രയുണ്ട് എന്ന് ശരിക്കും അതിൻ്റെ ആശയത്തിലൂടെ മനസ്സിലാക്കിയിട്ടില്ല. ഉത്ബത്ത് ഇബ്നു റബീഅ എന്ന് പറയുന്ന അറബി സാഹിത്യത്തിലെ പേരുകേട്ട ഒരു കവി, ആ കവിയെ മക്കയിലെ മുശ്രിക്കീങ്ങളായിട്ടുള്ള ആളുകൾ താൽക്കാലികമായി, ഇന്നത്തെ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ വാടകയ്ക്ക് വിളിക്കുന്നുണ്ട്. അദ്ദേഹത്തെ വാടകയ്ക്ക് വിളിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? മുഹമ്മദ് എന്ന് പറയുന്ന അബ്ദുള്ളയുടെ ഖുറൈശ് ഗോത്രത്തിൽപ്പെട്ടിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ, അവൻ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ആ പറയുന്നതിന് വലിയ മാസ്മരികതയുണ്ട്. അതിന് ബദലായി, അതിന് പകരം വെക്കാവുന്ന ചില കാര്യങ്ങൾ പറയണം. ഇതാണ് അവരുടെ ആവശ്യം. ഇപ്പം നമ്മൾ പ്രവാചകന്മാരുടെ മുഅ്ജിസത്ത് പഠിക്കുന്നിടത്ത് നമ്മൾ അത്ഭുതപ്പെടുത്തുന്നൊരു കാര്യം, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു നൽകിയ മുഅ്ജിസത്ത് അത് വടി നിലത്തിട്ടാൽ പാമ്പാകും, അതുപോലെ തന്നെ കൈ കക്ഷത്തിൽ വെച്ചാൽ അത് പ്രകാശിക്കും. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു നൽകിയ മുഅ്ജിസത്തിൻ്റെ ഒരു പ്രത്യേകത, അല്ലെങ്കിൽ ഏതൊരു പ്രവാചകനും ആ പ്രവാചകൻ അള്ളാഹു നൽകുന്ന മുഅ്ജിസത്തിൻ്റെ ഒരു പ്രത്യേകത, ആ കാലഘട്ടത്തിൽ നിലനിൽക്കപ്പെടുന്ന കാര്യം എന്താണോ അതിനേക്കാൾ മികവറ്റതായിരിക്കും. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് സാഹിറുകളുടെ, ജാലവിദ്യയുടെ ഒരു വലിയ കാലഘട്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ജാലവിദ്യകൾക്കൊക്കെ അപ്പുറമാണ് അള്ളാഹുവിൻ്റെ മുഅ്ജിസത്ത് എന്ന് ബോധ്യപ്പെടുത്താനാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് വടി നിലത്തിട്ടാൽ പാമ്പാകുന്ന ഒരു മുഅ്ജിസത്തിനെ അള്ളാഹു നൽകിയിട്ടുള്ളത്. എല്ലാം മായാജാലം കൊണ്ട്, അല്ലെങ്കിൽ ജാലവിദ്യ കൊണ്ട് നാട്ടുകാരെ പകിട്ടായി ജനങ്ങളെ പറ്റിച്ചിരുന്ന, അല്ലെങ്കിൽ അത് സർവ്വസാധാരണമായിരുന്ന ഒരു കാലഘട്ടത്തിലാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ വരവ്. അതുകൊണ്ട് തന്നെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു നൽകിയ മുഅ്ജിസത്ത് ആ ജാലവിദ്യയെ വെല്ലുവിളിക്കാവുന്ന ഒരു മുഅ്ജിസത്താണ്. അതുകൊണ്ടാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് വടി നിലത്തിട്ടാൽ പാമ്പാകാതിരുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ആ വടി ഈസാ നബിയുടെ കയ്യിൽ കൊടുത്തൂടെ? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ശേഷം വന്ന മറ്റു പ്രവാചകന്മാർക്ക് അള്ളാഹുവിന് കൊടുത്തൂടെ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഒരു ആട്ടിടയനായിരുന്നു. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ആട്ടിടയനായിരുന്നു. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആട്ടിടയനായിരുന്നു. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമും ആട്ടിടയനായിരുന്നു. പക്ഷേ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് കൊടുത്ത വടി ഈസാ നബിക്ക് നൽകിയിട്ടില്ല. ഈസാ നബിക്ക് നൽകിയ മുഅ്ജിസത്തല്ല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയത്. അപ്പോൾ ഓരോ പ്രവാചകന്മാർക്കും അള്ളാഹു നൽകുന്ന മുഅ്ജിസത്ത് അതത് കാലഘട്ടത്തിലെ ജനങ്ങളും സമൂഹവുമൊക്കെ അംഗീകരിക്കുകയോ അല്ലെങ്കിൽ അവർ തെറ്റിദ്ധരിക്കുകയോ ചെയ്തിട്ടുള്ള വിഷയങ്ങളെ, കാര്യങ്ങളെ അതിനേക്കാൾ വലുതായിട്ടാണ് പ്രവാചകന്മാർക്ക് അള്ളാഹു മുഅ്ജിസത്ത് നൽകിയത്. അതുകൊണ്ടാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ വടി എന്ന് പറയുന്ന മുഅ്ജിസത്ത് പിന്നീട് വേറെ പ്രവാചകന്മാർക്ക് കിട്ടാതിരുന്നത്. മൂസാ നബിക്ക് മുമ്പ് വന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അത് കിട്ടിയിട്ടില്ല.
ഇനി നിങ്ങൾ ആലോചിക്കുക, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ വലിയ മോചിതത്ത് എന്തായിരുന്നു? ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് രോഗം മാറ്റാൻ പറ്റുമായിരുന്നു. മരണപ്പെട്ട ആളുകൾക്ക് അള്ളാഹുവിൻ്റെ ഇതിനോടുകൂടി അവർക്ക് ജീവൻ നൽകാൻ സാധിക്കുമായിരുന്നു. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് നൽകപ്പെട്ട ഈ മോചിതത്തിൻ്റെ പ്രത്യേകത എന്താ? ആ കാലഘട്ടം എന്ന് പറയുന്നത് വൈദ്യശാസ്ത്രത്തിൽ, ചികിത്സാ രംഗത്ത് എല്ലാവിധ തട്ടിപ്പുമൊക്കെ നിലനിൽക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ വരവ്. അതുകൊണ്ടാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് രോഗം മാറ്റാൻ സാധിക്കുന്ന, കാഴ്ച നൽകാൻ സാധിക്കുന്ന, വെള്ളപ്പാണ്ട് മാറ്റിക്കൊടുക്കാൻ പറ്റുന്ന മുഅ്ജിസത്ത് അള്ളാഹു നൽകിയത്. എന്നാൽ ഈ മുഅ്ജിസത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയിട്ടുണ്ടോ? ഇല്ല. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ വടി മൂസാ നബിക്ക് മാത്രം നൽകിയതുപോലെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് നൽകിയ മുഅ്ജിസത്ത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് മാത്രമാണ്. അപ്പോൾ വൈദ്യശാസ്ത്രം നിലനിന്നിരുന്ന, ചികിത്സാ സമ്പ്രദായം ഏറെ നിലനിന്നിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വരുന്നത്. അതുകൊണ്ടാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു ഇത് മുഅ്ജിസത്തായി നൽകിയത്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖുർആൻ മുഅ്ജിസത്തായി നൽകിയത്? വിശുദ്ധ ഖുർആൻ എന്തുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു മുഅ്ജിസത്തായി നൽകിയത്? അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്ക്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പേ തൗറാത്ത് ഉണ്ട്, ഇഞ്ചീലുണ്ട്, സബൂർ ഉണ്ട്. ഈ തൗറാത്തിനും ഇഞ്ചീലിനും സബൂറിനും ഒക്കെയുള്ള ആ ഓരോ പ്രവാചകന്മാർക്കും ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് സബൂർ എന്ന് പറയുന്ന വേദഗ്രന്ഥം നൽകപ്പെട്ടിട്ടുണ്ട് എങ്കിൽ, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഇഞ്ചീൽ എന്ന് പറയുന്ന വേദഗ്രന്ഥം നൽകപ്പെട്ടിട്ടുണ്ടെങ്കിൽ, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് തൗറാത്ത് നൽകപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ആ പ്രവാചകന്മാരുടെ മുഅ്ജിസത്തായി ഏറ്റവും കൂടുതൽ പറയപ്പെടുന്നത് തൗറാത്താണോ? അല്ല. ഏതാണ്? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് വടി നിലത്തിട്ടാൽ പാമ്പാകും എന്ന മുഅ്ജിസത്തായിരുന്നു. ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മുഅ്ജിസത്തായിട്ട് ഒരിക്കലും സബൂറിനെ അല്ലെങ്കിൽ സബൂറിനെ പറ്റിയല്ല പറയുന്നത്. ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പക്ഷികളോട് സംസാരിച്ചതിനെ പറ്റി പറയുന്നു. പർവ്വതങ്ങളിലുണ്ടായിരുന്ന ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ശാരീരികമായിട്ടുണ്ടായിരുന്ന ക്ഷമതയെപ്പറ്റി, യുദ്ധത്തിൽ പങ്കെടുക്കാൻ സാധിച്ചതിനെ പറ്റിയാണ് പറയുന്നത്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മുഅ്ജിസത്തായിട്ടുള്ള ഇഞ്ചീലിനെ പറ്റി പറയുന്നതിനേക്കാൾ കൂടുതൽ എന്തിനെ പറ്റിയാണ് പറയുന്നത്? ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് രോഗം മാറ്റാൻ പറ്റുമായിരുന്നു എന്ന്. അതെന്തുകൊണ്ടാണ്? ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വരുന്ന കാലഘട്ടത്തിൽ ചികിത്സയും രോഗങ്ങളുമായിരുന്നു. അപ്പോൾ അതിനേക്കാൾ മികച്ച ഒന്ന് അള്ളാഹുവിൻ്റെ ഇതിനോടുകൂടി രോഗം മാറ്റാൻ പറ്റുന്ന മുഅ്ജിസത്താണ് എന്നുള്ളത് ബോധ്യപ്പെടുത്തി. എന്നാൽ നിങ്ങൾ ആലോചിച്ച് നോക്കി, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ പ്രവാചകനിലൂടെ അള്ളാഹു ഒരുപാട് മുഅ്ജിസത്തുകളെ, ഒരുപാട് അമാനുഷികതയെ അള്ളാഹു കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഖുർആൻ മാത്രമാണ് പ്രവാചകൻ്റെ ഏറ്റവും വലിയ മുഅ്ജിസത്തായി നമ്മൾ പറയുന്നത്. അത് എന്തുകൊണ്ടാണ്? അതിൻ്റെ കാരണം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ വരുന്ന കാലഘട്ടത്തിലെ ജനങ്ങൾക്കിടയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന കാര്യം സാഹിത്യമായിരുന്നു, കവിതയായിരുന്നു. കഅബയുടെ കില്ലയിൽ 7 കവിതകൾ, സബഉൽ മുഅല്ലഖാത്ത്, അറിയപ്പെടുന്ന പ്രസിദ്ധമായ 7 കവിതാ ശകലങ്ങൾ കഅബയുടെ കില്ലയുടെ പുറത്തുണ്ടായിരുന്നു എന്നാണ്. ഏറ്റവും അറിയപ്പെടുന്ന കവിതകൾ. ഒരാൾ വീണുപോയാൽ താൻ വീണുവെന്ന് കാണിക്കാൻ പോകുന്ന, ചികിത്സിക്കാൻ പോകുന്ന ഡോക്ടറോട് കവിതയിലൂടെ പറഞ്ഞിരുന്ന ഒരു ജനത. തൻ്റെ വീട്ടിൽ നിന്ന് കള്ളൻ മോഷ്ടിച്ചു കൊണ്ടുപോയാൽ എൻ്റെ വീട്ടിൽ നിന്ന് ഇന്നത് മോഷ്ടിച്ചു കൊണ്ടുപോയി എന്ന് അവർ പറയൽ കവിതയിലൂടെയായിരുന്നു. ആലോചിച്ചൊക്കെ അങ്ങനെ ജീവിതത്തിൽ ആശയവിനിമയമായി അവരുടെ കമ്മ്യൂണിക്കേഷനായി തന്നെ അവർ ഉപയോഗിച്ചിരുന്നത് കവിതയായിരുന്നു. അത്രമാത്രം സാഹിത്യവും കവിതയും നിലനിന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വരുമ്പം ആ പ്രവാചകന് നൽകിയ മുഅ്ജിസത്താണ് ഏത്? ഖുർആൻ. ആ കവിതയെയും അവരുടെ സാഹിത്യത്തെക്കാളും മികവുറ്റ ഒന്നായിട്ടുള്ള വിശുദ്ധ ഖുർആനിനെ അള്ളാഹു നൽകി. ഞാനിതൊരു ആമുഖമായി പറഞ്ഞത്, ഓരോ പ്രവാചകന്മാർക്കും അള്ളാഹു നൽകിയ മുഅ്ജിസത്ത് ആ കാലഘട്ടത്തിൽ ജനങ്ങൾ അഭിമുഖീകരിച്ചിരുന്ന, ജനങ്ങൾക്ക് അറിഞ്ഞിരുന്ന വിഷയത്തിലെ, അത് സാഹിത്യമാകാം, വൈദ്യശാസ്ത്രമാകാം, ചികിത്സയാകാം, ജാലവിദ്യയാകാം, അതിനേക്കാൾ മികവുറ്റതാണ് അള്ളാഹു നൽകുന്ന മുഅ്ജിസത്ത് എന്ന് ബോധ്യപ്പെടുത്താനാണ് ഓരോ പ്രവാചകന്മാർക്കും അള്ളാഹു വ്യത്യസ്തമായ മുഅ്ജിസത്ത് നൽകിയത്.
അങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖുർആൻ എന്ന മുഅ്ജിസത്തിന് അള്ളാഹു നൽകിയത്. പക്ഷെ അതിൻ്റെ മൂല്യം ആശയത്തിൽ, അതിൻ്റെ വിഷയത്തിൽ പഠിച്ചുകൊണ്ട് മുസ്ലിം ഉമ്മത്തിന് അറിയില്ല എന്നുള്ളതാണ് വലിയ സത്യം. ഇപ്പോൾ നിങ്ങൾ ആലോചിച്ചു, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഉത്ബത്ത് ബിൻ റബീഅ എന്ന് പറയുന്ന ഒരു സാഹിത്യകാരനെ മക്കയിൽ മുശ്രിക്കീങ്ങൾ വാടകയ്ക്ക് വിളിച്ചു. അവർ വാടകയ്ക്ക് വിളിച്ചിട്ട് പറയുന്നത്, പ്രവാചകൻ പറയുന്ന, മുഹമ്മദ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു ആശയത്തിനേക്കാൾ മികവറ്റ ഒരു വരി, സത്തർ എന്നാണ് വരിക്ക് അറബിയിൽ പറയുക, ഒരു സത്തർ, ഒരു പാരഗ്രാഫ് അല്ല, ഒരു സത്തർ, ഒരു വരി, അതിനേക്കാൾ മികവറ്റത് പറയണം എന്നാണ്. അങ്ങനെ ഉത്ബത്ത് ബിൻ റബീഅ പ്രവാചകൻ്റെ അരികിൽ ചെന്നു. അവിടെ ചോദിച്ചു, മുഹമ്മദേ, നിൻ്റെ പിതാവ് ഏറ്റവും നല്ല മനുഷ്യനായിരുന്നു, നിൻ്റെ കുടുംബം നല്ല ആൾക്കാരായിരുന്നു, പക്ഷെ നീ എന്താ ഇപ്പോൾ ചെയ്യുന്നത്? ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാണ്. അതുകൊണ്ട് നീ പറയുന്ന കാര്യം എന്താണെന്ന് എനിക്ക് കേൾപ്പിച്ചുകൊണ്ടാ. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിലെ 41-ാം അധ്യായം സൂറ ഫുസ്സിലത്തിലെ 1 മുതൽ 13 വരെയുള്ള ആയത്തുകൾ ഓതിക്കൊടുത്തു. ഈ ആയത്ത് കേട്ടിട്ട് ഉത്ബത്ത് ബിൻ റബീഅ, ഈ മക്കയിലെ മുശ്രിക്കീങ്ങൾ വാടകയ്ക്ക് വിളിച്ച ഉത്ബത്ത് ബിൻ റബീഅ, അവർ കാണാതെ തൻ്റെ വീട്ടിൽ ഒളിച്ചു താമസിച്ചു എന്നാ. അങ്ങനെ മക്കയിൽ ഈ പറഞ്ഞയച്ച ആളുകൾ ഉത്ബൻ്റെ അരികിൽ ചെന്നിട്ട് ചോദിച്ചു, എന്താണ് ഞങ്ങളുടെ അരികിലേക്ക് വരാത്തത്? എന്താണ് മുഹമ്മദ് പറയുന്നത് എന്ന് ചോദിച്ചു. അതിന് ഉത്ബ കൊടുത്ത മറുപടി, ഇതിനേക്കാൾ മാസ്മരികമായ ഒരു വാചകം പറയാൻ ഇവിടെ ഒരാൾക്കും സാധ്യമല്ല. അത് ഇന്നും നിലനിൽക്കുന്നുണ്ട്. മുസൈലിമത്ത് ബിൻ കദ്ദാബ് എന്ന് പറയുന്ന ആള് ഖുർആനിലെ ചില ആയത്തുകൾക്ക് പകരം ചില ആയത്തുകൾ ഉണ്ടാക്കി. ഇന്നാ അഅതൈനാക്കൽ കൗസർ എന്ന ഖുർആനിലെ സൂറത്തുൽ കൗസറിന് പകരം മുസൈലിമത്ത് ബിൻ കദ്ദാബ് എന്ന് പറയുന്ന കള്ളവാദിയായ ആള് ഒരു ആയത്ത് ഉണ്ടാക്കി. എന്താണ് ആയത്ത്? ഇന്നാ അഅതൈനാക തുഫാഅ, നിനക്ക് നാം ആപ്പിൾ നൽകി. ഇന്നാ അഅതൈനാക തുഫാഅ, നിനക്ക് നാം ആപ്പിൾ നൽകി. ഫഷ്കുർ ലി റബ്ബിക, അതുകൊണ്ട് നീ നിന്റെ റബ്ബിനോട് നന്ദി കാണിക്ക്. ഇതാണ് മുസൈലിമത്ത് ബിൻ കദ്ദാബ് ഉണ്ടാക്കിയത്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇന്നാ അഅതൈനാക്കൽ കൗസർ, കൗസർ എന്ന പദത്തിന് സമാനമായ ഒരു പദം വെക്കാൻ ആർക്ക് സാധിച്ചില്ല? മുസൈലിമക്ക് സാധിച്ചില്ല. എന്താ കൗസർ എന്ന പദത്തിൻ്റെ അർത്ഥം? ആലോചിച്ച് നോക്കി നിങ്ങൾ. അതിൻ്റെ വിശാലത എന്താ? ഒരു മനുഷ്യന് ലഭിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കുമാണ് കൗസർ എന്ന് പറയുക. കസീർ, കസൂറ എന്ന പദത്തിൽ നിന്നാണ് കൗസർ എന്ന പദം വരുന്നത്. ധാരാളം അനുഗ്രഹങ്ങൾ എന്നാ. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടെങ്കിൽ അവന് പറയാം, എനിക്ക് കൗസർ ഉണ്ട് എന്ന്. ഹൗദുൽ കൗസർ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഹൗദുൽ കൗസർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിശ്വാസികൾക്ക് പരലോകത്ത് വെച്ച് കുടിക്കാൻ കൊടുക്കുന്ന പാനം, അതിനാണ് കൗസർ. കൗസർ എന്നതിൻ്റെ ഭാഷാപരമായ അർത്ഥം എല്ലാം ഉൾക്കൊള്ളുന്ന, എല്ലാ സൗകര്യങ്ങളും ഉൾക്കൊള്ളുന്ന അനുഗ്രഹത്തിനാണ് കൗസർ എന്ന് പറയുക. ആലോചിച്ച് നോക്കി നിങ്ങൾ. അങ്ങനെ ഒരു പദം വെക്കാൻ ആർക്ക് സാധിച്ചില്ല? മുസൈലിമക്ക് സാധിച്ചില്ല. മുസൈലിം എന്താ പറഞ്ഞേ? ഇന്നാ അഅതൈനാക തുഫാഅ, നിനക്ക് ആപ്പിൾ നൽകിയ റബ്ബിനോട്, ആ ആപ്പിൾ നൽകിയതിൻ്റെ പേരിൽ ഫഷ്കുർ ലി റബ്ബിക, നീ നിൻ്റെ റബ്ബിനോട് നന്ദി കാണിക്കാന്നാ പറഞ്ഞേ. പക്ഷെ ഇവിടെ ആയത്ത് എങ്ങനെ? ഇന്നാ അഅതൈനാ കൗസർ. ആ കൗസർ എന്ന പദത്തിന് പകരം ഒരു പദം വെക്കാൻ അറബി അറിയുന്ന, സാഹിത്യം അറിയുന്ന മുസൈലിമക്ക് അന്ന് സാധിച്ചില്ല. അതുതന്നെയാണ് ഇന്നും ഖുർആനിൻ്റെ ഈ വെല്ലുവിളിയായി നിലനിൽക്കപ്പെടുന്നത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു നൽകിയ ഏറ്റവും വലിയ മുഅ്ജിസത്താണ് ഖുർആൻ. മറ്റൊന്ന്, ഓരോ പ്രവാചകന്മാർക്കും അള്ളാഹു അതത് കാലഘട്ടത്തിലെ ജനങ്ങൾക്കറിയാവുന്ന വിഷയത്തിലെ, ആ ജനങ്ങൾ ഏറ്റവും പ്രാവീണ്യം നേടിയ വിഷയത്തിൽ അതിനേക്കാൾ മികവുറ്റ ഒന്നായിട്ടാണ് മുഅ്ജിസത്ത് നൽകിയത്. അപ്പോൾ ഇത്രയും ഖുർആനുമായി ബന്ധപ്പെട്ട ഒരു പ്രാധാന്യം നമ്മൾ അറിയാം. ഇനി ഞാൻ ചില കാര്യങ്ങൾ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുക. ഖുർആനിൽ പറഞ്ഞു വെച്ച ഏതെങ്കിലും ഒരു ഫ്രൂട്ട് അത് കാലഹരണപ്പെട്ടു പോകില്ല. അത് ഖിയാമത്ത് നാൾ വരെയുള്ള മനുഷ്യർക്കറിയും. ഖുർആൻ പറഞ്ഞു വെച്ച ഏതെങ്കിലും ഒരു മൃഗത്തിൻ്റെ പേര് ഖിയാമത്ത് നാൾ വരെ ആ മൃഗം ഈ ലോകത്ത് നിലനിൽക്കും. വിശുദ്ധ ഖുർആൻ പറഞ്ഞു വെച്ച ഏതെങ്കിലും ഒരു ചെടി ഉണ്ടെങ്കിൽ ആ ചെടി മനുഷ്യർക്ക് ബോധ്യമാകും. എന്ന് പറഞ്ഞാൽ ഖുർആൻ എപ്പോഴും മഫ്ഹൂമായിരിക്കും. മഫ്ഹൂം എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് മനസ്സിലാകും. അങ്ങനെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയാൻ ആഗ്രഹിച്ചൊരു കാര്യം, ഖുർആനിൽ പറഞ്ഞ പ്രാണികളെ പറ്റിയാണ്.
അതിന് അറബിയിൽ പറയാം അൽ ഹഷറാത്തു ഫിൽ ഖുർആനിൽ കരീം. ഖുർആനിൽ പ്രതിപാദിക്കപ്പെട്ട ഹഷറാത്ത്, ചെറിയ പ്രാണികൾ. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ മൃഗങ്ങളുണ്ട്, അതേപോലെ ഫ്രൂട്ടുകളെ പറ്റിയുണ്ട്, ചെടികളെ പറ്റിയൊക്കെ ഒരു വലിയൊരു കിതാബിൽ ഇങ്ങനെ അതിൻ്റെ പഠനമുണ്ട്. അതിലെ ഹഷറാത്ത് പറഞ്ഞാൽ ചെറിയ പ്രാണികൾ എന്നുള്ളതാണ്. ഏതൊക്കെ ചെറിയ പ്രാണികളെ പറ്റിയാണ് ഖുർആൻ പറയുന്നത്, അതിൻ്റെ പേര് എത്ര തവണ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, അത് ഏതൊക്കെ സൂറത്തിലാണ്, ഇതാണ് നമ്മൾ ഇന്ന് പറയാൻ അല്ലെങ്കിൽ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഒരു ആമുഖ നിലക്കാണ് ഖുർആൻ്റെ മുഅ്ജിസത്ത് നമുക്ക് ബോധ്യപ്പെടാനാണ് ആ കാര്യങ്ങൾ പറഞ്ഞ്. അപ്പോൾ എഴുതി വെക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അത് എഴുതി വെച്ചാൽ നന്നാകും. അൽ ഹഷറാത്തു ഫിൽ ഖുർആൻ എന്ന് പറയുക. ഹഷറാത്ത് എന്ന് പറഞ്ഞാൽ പ്രാണികൾ, ചെറിയ പ്രാണികൾ, അതിനാണ് ഹഷറാത്ത് എന്ന് അറബിയിൽ പറയുക. ഖുർആൻ പറഞ്ഞു വെച്ച ഏതെങ്കിലും ഒരു പ്രാണിയാകട്ടെ, അത് ഇന്നും നമ്മൾ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കും. എല്ലാ സംവിധാനങ്ങളും ടെക്നോളജിയുമുള്ള ഈ കാലഘട്ടത്തിലും ഖുർആൻ പറഞ്ഞു വെച്ച ആ പ്രാണികൾ നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മളുമായി ബന്ധപ്പെട്ടതോ നമ്മൾ കാണുന്നതോ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. നിങ്ങൾ ആലോചിക്കുക, അതിലൊന്നാമത്തത് ബഊല എന്നാ പറയുക. എന്താ ബഊല എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്കൊക്കെ അറിയാം, കൊതുക്. ആലോചിച്ച് നോക്കി നിങ്ങൾ, ബഊല എന്ന് പറഞ്ഞാൽ കൊതുക്. അത് മനുഷ്യൻ എവിടെ എത്തിയാലും ഉണ്ടാകും. ഒരു പ്രാവശ്യം ബാത്റൂമിൽ അഭിമുഖീകരിക്കും, എയർപോർട്ടിൽ അഭിമുഖീകരിക്കും. ആലോചിച്ച് നോക്കി, എന്തെല്ലാം ടെക്നോളജി ഉണ്ട്, എന്തെല്ലാം സംവിധാനങ്ങളുണ്ട്. പക്ഷെ കൊതുകിനെ കാണാത്ത, കൊതുകിനെ അറിയാത്ത, കൊതുകുമായി ജീവിതത്തിൽ ആ കൊതുക് അല്ലേ തൻ്റെ ജീവിതത്തിൽ ചുറ്റുപാടുകളിൽ അറിയാത്ത ഏതെങ്കിലും ഒരു മഖ്ലൂക്ക് ഉണ്ടാകോ? ഓന് സർവ്വകോടീശ്വരനാകട്ടെ തെരുവിൽ അന്തിയുറങ്ങുന്ന, സ്വന്തമായി ഒരു കൂരയില്ലാതെ ഏതെങ്കിലും ബസ് സ്റ്റാൻഡുകളിൽ, റെയിൽവേ സ്റ്റേഷനുകളിൽ ഒരു ന്യൂസ് പേപ്പർ വിരിച്ച് അവിടെ കിടന്നുറങ്ങുന്ന ഒരു മനുഷ്യനാകട്ടെ, ആ മനുഷ്യനും അത് പരിചിതമാണ്. വലിയ ടെക്നോളജിയും സംവിധാനങ്ങളും ഇൻ്റർലോക്കും ശീതീകരിക്കപ്പെട്ട വീടുള്ള മനുഷ്യനും ഏതിനെപ്പറ്റി അറിയാം? കൊതുകിനെപ്പറ്റി അറിയാം. ആ കൊതുകിനെ പറ്റി ഖുർആൻ പറയുന്നു. ആലോചിച്ച് നോക്കി നിങ്ങൾ, കൊതുകിനെ പറ്റി ഖുർആൻ്റെ അറബി ബഊല എന്നാണ് പറയുക. ബഊല എന്നാണ് കൊതുകിന് പറയുക. ഖുർആനിലെ 2-ാം അധ്യായം സൂറ അൽ ബക്കറയിലെ 26-ാമത്തെ ആയത്താണ്. ബക്കറയിലെ 26-ാമത്തെ ആയത്ത്, കൊതുക്. നിങ്ങൾ ആലോചിച്ച് നോക്കി, എപ്പോഴാണ് അള്ളാഹു ഈ കൊതുകിനെ പറ്റി പറയുന്നത്? അള്ളാഹു അങ്കബൂത്തിനെ പറ്റി, എട്ടുകാലിയെ പറ്റി സംസാരിച്ചു, തേനീച്ചയെ പറ്റിയൊക്കെ സംസാരിച്ചു, നമുക്ക് പറയാനുള്ളതാണ്. അപ്പോൾ അതൊക്കെ പറഞ്ഞപ്പോൾ അവിടെ മക്കയിലെ മുശ്രിക്കീങ്ങളായ ആളുകൾ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു അത്രേ, ഈ അള്ളാഹു എന്താണ്, നിങ്ങളുടെ റബ്ബ് എന്താണ്, ഈ നിസാരമായ എട്ടുകാലിയെ പറ്റിയേക്കാണോ പറയുന്നത് എന്ന് പറഞ്ഞപ്പം അള്ളാഹു അതിന് മറുപടി കൊടുത്തു സൂറത്തുൽ ബക്കറയിൽ. ഇന്നല്ലാഹ ലാ യസ്തഹി അൻ യളരിബ മസലൻ മാ ബഊല. ഒരു കൊതുകിനെ ഉദാഹരണമായി പറയുന്നതിൽ പോലും അള്ളാഹു ലജ്ജിക്കുന്നില്ല. അള്ളാഹുവിന് മടിയില്ല. കാരണം ആ കൊതുകിനെ സൃഷ്ടിച്ചത് അള്ളാഹുവാണ്. ആ കൊതുക് എന്നുള്ളത് ഈ പ്രപഞ്ചത്തിലെ അനേകായിരം ജീവജാലങ്ങളിൽ ഒന്നാകുന്ന കൊതുക്. ആ കൊതുകിന് ഈ പ്രപഞ്ചത്തിൽ സ്പേസ് ഉണ്ട് എന്നാ. ആലോചിച്ച് നോക്കി നിങ്ങൾ, നമ്മൾ പലപ്പോഴും മനുഷ്യരെ പറ്റി പറയലും ഓനിവിടെ സ്പേസ് ഇല്ല, ഓനെ കൊണ്ട് ഇവിടെ ഒന്നിനും സാധ്യമല്ല എന്നാ. അങ്ങനെ പറയുന്നവൻ ശരിക്കും ഖുർആനെ പറ്റി ആശയ തലത്തിൽ പഠിച്ചിട്ടില്ല എന്നാ. അള്ളാഹു ഈ പ്രപഞ്ചത്തിൽ സൃഷ്ടിച്ച ഒരു കൊതുകിൻ്റെ സ്പേസ് എത്ര വേണം? ഒരു കൊതുകിന് സ്പേസ് എത്ര വേണം? ആലോചിച്ച് നോക്കി നിങ്ങൾ. പക്ഷെ ആ കൊതുകിനെ ഉദാഹരണമായി പറയുന്നതിൽ അള്ളാഹുവിന് മടിയില്ല എന്നാ. കാരണം ആ കൊതുകുമായി ബന്ധപ്പെട്ട് മനുഷ്യർ പഠിക്കാൻ തയ്യാറാണെങ്കിൽ അവൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ടതാണ് എന്ന് ഖുർആൻ എന്താക്കാണ്? ബോധ്യപ്പെടുത്തുകയാണ്. ഇന്നല്ലാഹ ലാ യസ്തഹി അൻ യളരിബ മസലൻ മാ ബഊല. ഒരു ബഊലിനെ, ഒരു കൊതുകിനെ ഉദാഹരണമായി പറയുന്നതിൽ പോലും അള്ളാഹുവിനൊരു മടിയില്ല. അത് മനുഷ്യൻ്റെ ജീവിതത്തിൽ അവനുമായി ബന്ധപ്പെട്ട ഒന്നാണ് എന്ന്. അപ്പോൾ വിശുദ്ധ ഖുർആൻ പറയുന്ന പ്രാണികളിൽ ഒന്ന് ഏതാണ്? ചെറുപ്രാണികളിൽ ഒന്ന് കൊതുകുമായി ബന്ധപ്പെട്ടതാണ്. സൂറത്തുൽ ബക്കറയിലെ 26-ാമത്തെ ആയത്താണ്. ഈ മക്കയിലെ മുശ്രിക്കീങ്ങൾ ചോദിച്ച ചോദ്യതാണ്, മാതാ അറാദല്ലാഹു, അള്ളാഹു എന്താ ഉദ്ദേശിച്ചേ, ഈ ഇതിനൊക്കെ പറ്റി പറയുന്നത് എന്താണ് എന്നാണ്. ആ ചോദ്യത്തിന് ഇന്നും മറുപടി ഉണ്ടെന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മൾ എവിടെ ചെന്നാലും എത്ര സംവിധാനങ്ങളിൽ ജീവിച്ചാലും ആ കൊതുക് മനുഷ്യൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുവെന്നാണ്. ഇനി മഴക്കാലം വരുന്ന സമയത്ത് മനുഷ്യനുണ്ടാകുന്ന സാംക്രമിക രോഗങ്ങൾ, പകർച്ചവ്യാധി, ആ പകർച്ചവ്യാധിയുടെ വലിയൊരു കാരണം ഏതാ? ആലോചിച്ച് നോക്കി നിങ്ങൾ.
അതിൻ്റെ വലിയൊരു കാരണം ഏതാ? കൊതുകാണ്. ആ കൊതുകിനെ പറ്റി പറയുന്നതിൽ അള്ളാഹുവിന് മടിയില്ല എന്നാണ്. അടുത്തത് രണ്ടാമത്തെ ഏതാണ്? ദുബാബ് എന്നാ പറയുക. ദുബാബ്, ദാലിന് കുത്തുണ്ട്. ദുബാബ്, ഈച്ച. ഈ ഈച്ചയെ പറ്റി ഖുർആൻ എവിടെ പറയുന്നത്? ഖുർആനിലെ 22-ാമത്തെ അധ്യായം സൂറ അൽ ഹജ്ജ്, അതിലെ 73-ാമത്തെ ആയത്ത്. സൂറത്തുൽ ഹജ്ജിലെ 73-ാമത്തെ ആയത്ത്. കൊതുക് എഴുതിയില്ല നിങ്ങൾ? കൊതുക് എന്നുള്ള പദം വന്നത് ഒരു തവണ ആണ് കേട്ടോ, ഒറ്റ തവണ ആണ്. എന്നാൽ ദുബാബ് എന്ന പദം വന്നത് 2 തവണയാണ്. ദുബാബ്, ഈച്ച എന്നുള്ളത്. നോക്കല്ലേ, അവിടെ ഈച്ച എന്നുള്ള പദം 2 തവണയാണ് ഖുർആനിൽ വന്ന സൂറത്തുൽ ഹജ്ജിലെ 73-ാമത്തെ ആയത്ത്. ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ല, അള്ളാഹുവിനെ പുറമെ. നിങ്ങൾ ആലോചിച്ചു, ഈ ഈച്ചയുടെ ഉദാഹരണം പറഞ്ഞ അള്ളാഹു എന്താ? ഈ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഏതാ? അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം മൗലികമായി ഇസ്ലാം പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം ഏതാ? തൗഹീദാണ്. ആ തൗഹീദ് പറയാൻ അള്ളാഹു എടുത്ത ഉദാഹരണം ആരുടെ ഉദാഹരണമാണ്? ഈച്ചയുടെ ഉദാഹരണം. അപ്പോൾ ആലോചിച്ചു നിങ്ങൾ, അള്ളാഹുവിൻ്റെ അടുക്കൽ ഈച്ചയെ പറ്റി പറയുന്നിടത്ത് അള്ളാഹു സൃഷ്ടിച്ച ആ ഈച്ച എന്ന് പറയുന്ന നമ്മൾ കാണുന്ന നിസാരവൽക്കരിക്കുന്ന ആ സൃഷ്ടിപ്പിനെ വെച്ചുകൊണ്ടാണ് തൗഹീദിനെ പറ്റി പറയുക. എന്തിനാ പ്രവാചകന്മാർ ഈ ലോകത്തേക്ക് വന്നേ? തൗഹീദ് പറയാനാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാനാണ്, അല്ലേ? പ്രവാചകന്മാരെ അള്ളാഹു നിയോഗിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാനാണ്, തൗഹീദ് പഠിപ്പിക്കാനാണ്. ആ തൗഹീദ് പഠിപ്പിക്കാൻ ഖുർആൻ ഉപയോഗിച്ച ഒരു ഉദാഹരണമാണ് ഈച്ചയെ പറ്റിയുള്ള ഉദാഹരണം. ആലോചിച്ച് നോക്കി നിങ്ങൾ. അപ്പം നിസാരാണോ? ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ല, അള്ളാഹുവിന് പുറമെ മറ്റ് ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ. ആ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകൾ എന്താ? ലൻ യഖ്ലുഖൂ ദുബാബ, അവരൊരു ഈച്ചയെ പോലും സൃഷ്ടിച്ചിട്ടില്ല. അവരൊരു ഈച്ചയെ പോലും സൃഷ്ടിച്ചിട്ടില്ല. ഇനി ഈച്ച അവരുടെ ഭക്ഷണത്തളികയിൽ നിന്ന് എന്തെങ്കിലും എടുത്തു പോയാൽ, ഒരു വറ്റിൽ നിന്ന് ഈച്ച എടുത്ത് എന്താന്ന് പറയാൻ പറ്റുമോ? ആലോചിച്ച് നോക്കി നിങ്ങൾ. നമ്മൾ കൊണ്ടുപോയി വെച്ചിരിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് ഈച്ച എടുത്തത് എത്രയെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. പക്ഷെ ഈച്ച എടുക്കുന്നുണ്ട്. ഈച്ചക്ക് സാധ്യമാകുന്ന എന്താണോ അതെന്താക്കുന്നുണ്ട്? ഈച്ച അതിന് എടുത്തു കൊണ്ടുപോകുന്നുണ്ട്. അതാ ഖുർആൻ പറഞ്ഞത്, ആ ഈച്ച അവരിൽ നിന്ന് എന്താണോ എടുത്തത്, ആ എടുത്തതിനെ തിരിച്ചു പിടിക്കാൻ അവർക്ക് എന്താവൂല? സാധിക്കൂല എന്നാണ്. സലബ യസ്ലുബ് എന്ന പദ ഖുർആൻ ഉപയോഗിച്ച്. സലബ എന്ന് പറഞ്ഞാൽ ഒരാൾ അറിയാതെ എടുക്കുന്നതിനാണ് പറയുക. സെരിക്കാന്ന് പറഞ്ഞാൽ മോഷണം എന്നാണ്. ആ എടുത്തു പോയതും കിട്ടിയതൊക്കെ എത്രയെന്ന് പിടുത്തം കിട്ടും. എന്നാൽ സലബ എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ നിന്ന് എത്ര പോയെന്ന് നിങ്ങൾക്ക് അറിയില്ല, അതിനാണ് സലബ എന്ന് പറയുക. ആ പദ ഖുർആൻ ഉപയോഗിച്ച്. ആലോചിച്ച് നോക്കി നിങ്ങൾ. സാരിക്ക് എന്ന് പറഞ്ഞാൽ കള്ളനാ. ആ കള്ളൻ കൊണ്ടുപോയത് എത്രയും നമുക്ക് എന്താവും? പിടുത്തം കിട്ടും. ഒരു മോഷ്ടാവ് നമ്മളിൽ നിന്ന് എത്രയാണോ മോഷ്ടിച്ചു പോയത് അത് മനസ്സിലാകുമ്പോഴാണ് നമ്മൾ എന്ത് പറയുക? സെരിക്കാന്ന് പറയുക. മോഷ്ടിച്ചു, കട്ട് കൊണ്ടുപോയി. എന്നാൽ എൻ്റെ കയ്യിൽ നിന്ന് പോയത് എത്രയാണെന്ന് അറിയില്ല, അവിടെ എന്താ പറയുക? സലബ എന്നാ പറയുക. ആലോചിച്ച് നോക്കി നിങ്ങൾ. ഈച്ച നിങ്ങളിൽ നിന്ന് എടുത്തു കൊണ്ടുപോയത് ഈ യസ്ലുബും, അത് അവരിൽ നിന്ന് എടുത്തു കൊണ്ടുപോയതിനെ അവർക്ക് തിരിച്ചു കിട്ടുകയില്ല, അവർക്കത് എത്രയെന്ന് അറിയുകയില്ല എന്ന് ഖുർആൻ പറയാണ്. അപ്പം ആ ഈച്ചയെ പറ്റി വിശുദ്ധ ഖുർആൻ പറയാണ്. ഇനി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് കാണാം ഈച്ചയുമായി ബന്ധപ്പെട്ട്. എന്താണ്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, വമൻ അളലമു മിമ്മൻ ഖലഖ ഖൽഖൻ, ഈ പ്രപഞ്ചത്തിൽ അള്ളാഹു സൃഷ്ടിച്ച, അള്ളാഹുവാണ് എല്ലാം സൃഷ്ടിക്കുന്നവൻ, എന്നാൽ ഏതെങ്കിലും ഒന്നിനെ ഞാൻ സൃഷ്ടിച്ചു എന്ന് ഒരു മനുഷ്യൻ വാദിക്കാണ്, ഞാൻ ഇന്നതിൻ്റെ സൃഷ്ടാവാണ് എന്ന് വാദിക്കുന്നുവെങ്കിൽ അവനേക്കാൾ വലിയ അക്രമി വേറൊരാളില്ല. എന്നിട്ട് ചോദിക്കാണ്, അവനൊരു ഈച്ചയെ സൃഷ്ടിച്ച് കാണിക്കാൻ പറ്റുമോ? ഒരു ദുബാബിനെ, ഒരു ഈച്ചയെ അവന് സൃഷ്ടിക്കാൻ പറ്റുമോ എന്ന് അള്ളാഹു വെല്ലുവിളിക്കുന്നതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. അതാ ഈച്ചയുമായി ബന്ധപ്പെട്ടത്. അപ്പോൾ രണ്ട് പ്രാണികളായി. മൂന്നാമത്തേതാണ് ഹഷറാത്ത്, ജറാദാണ്. ജറാദ്, വെട്ടുകിളി. ജറാദ് എന്ന് പറഞ്ഞാൽ വെട്ടുകിളി. നിങ്ങൾ ഹജ്ജിലെ ആയത്ത് ഇതിലെ സൂറത്ത് ഹജ്ജിലെ 73-ാമത്തെ ആയത്താണ്. ജറാദ്, വെട്ടുകിളി. വെട്ടുകിളിയെ പറ്റി
2 തവണയാണ് ഖുർആനിൽ വന്നത്. വെട്ടുകിളിയെ പറ്റി 2 തവണ. ജറാദ് എന്ന പദം ഖുർആനിൽ വന്നത് 2 തവണയാണ്. അത് ഏതൊക്കെയാണ്? ഒന്ന് സൂറത്തുൽ അഅറാഫ്, ഖുർആനിലെ 7-ാമത്തെ അധ്യായം, അതിലെ 133-ാമത്തെ ആയത്ത്. സൂറത്തുൽ അഅറാഫിലെ 133-ാമത്തെ ആയത്ത് ഏതിലെ? അടുത്തത് സൂറത്തുൽ ഖമർ, ഖുർആനിലെ 54-ാമത്തെ അധ്യായമാണ്, അതിലെ 7-ാമത്തെ ആയത്ത്. സൂറത്തുൽ ഖമറിലെ 7-ാമത്തെ ആയത്ത്. സൂറത്തുൽ അഅറാഫിലെ 133-ാമത്തെ ആയത്ത്. അപ്പോൾ 2 സ്ഥലത്താണ് ജറാദ്, വെട്ടുകിളി, അതിനെപ്പറ്റി ഖുർആൻ പറഞ്ഞത്. എന്താ ഖുർആൻ പറഞ്ഞത്? ആലോചിക്കുക നിങ്ങൾ. ഒന്ന്, ഖുർആൻ പറഞ്ഞത് വെട്ടുകിളിയെ പറ്റി ഒരു പരീക്ഷണമായിട്ടാണ് പറഞ്ഞത്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജനതയ്ക്ക് അള്ളാഹു നൽകിയ ഒരു പരീക്ഷണമാണ്. എന്താ ഈ വെട്ടുകിളിയുടെ ഒരു പ്രശ്നം, അല്ലെങ്കിൽ അതിനെ കൊണ്ടുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് എന്തായിരിക്കും? അതിൻ്റെ ശബ്ദം ഭയങ്കരമായിരിക്കും. അത് നിങ്ങൾ ആലോചിച്ച് നോക്കി. നമ്മളിങ്ങനെ ഒരു കുറഞ്ഞ ഒരു ഭാഗത്താണ് നമ്മൾ നിൽക്കുന്നത്, അവിടെ ഒരുപാട് വെട്ടുകൾ ഉണ്ടെങ്കിൽ എന്തായിരിക്കും? അതിൻ്റെ ശബ്ദവും അതിങ്ങനെ ചുറ്റിക്കൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള ഒരു പരീക്ഷണം അള്ളാഹു ആർക്ക് നൽകി? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജനതയ്ക്ക്, ബനൂ ഇസ്രായേലിർക്ക് അള്ളാഹു നൽകി. ഫഅർസൽനാ അലൈഹിം തൂഫാന വൽ ജറാദ്, അള്ളാഹു അവരിലേക്ക് തൂഫാൻ, വെള്ളപ്പൊക്കവും അതേപോലെ തന്നെ ജറാദ്, വെട്ടുകിളിയെയും അള്ളാഹു അവരിലേക്ക് അയച്ചു. അതൊരു പരീക്ഷണമായിട്ട് നൽകി എന്നാണ്. ഇനി ഖിയാമത്ത് നാളിൽ മനുഷ്യർ ഖബറിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്നത് വെട്ടുകിളിയെ പോലെ ആയിരിക്കുന്ന, അത് വലിയ കൂട്ടായിരിക്കും, അതിൻ്റെ എണ്ണം കിട്ടൂല. അത് എത്ര ഉണ്ടെന്ന് എണ്ണം കിട്ടൂല, അത്രയും ആയിരിക്കും അത് കടന്നു പോകുക. ഇതേപോലെ ആയിരിക്കും ഖബറിൽ നിന്ന് മനുഷ്യർ എഴുന്നേറ്റ് പരലോകത്തേക്ക് പോവുക എന്നാണ് സൂറത്തുൽ ഖമറിൽ അള്ളാഹു പറയുന്നത്. യഖ്റുജൂന മിനൽ അജ്ദാസി, അവർ കുഴിമാടങ്ങളിൽ നിന്ന്, ഖബറുകളിൽ നിന്ന് അവർ ഖിയാമത്ത് നാളിൽ എഴുന്നേറ്റ് പോകും, പുറപ്പെട്ടു പോകും. എങ്ങനെ? കഅന്നഹും ജറാദും മുൻതശിറ, ചിന്നിച്ചിതറിയ വെട്ടുകിളികളെ പോലെ അവരങ്ങനെ പാറിപ്പോകും എന്നാണ് ഖുർആൻ പറയുന്നത്. ആ ചിന്നിച്ചിതറിയ വെട്ടുകിളികളെ പോലെയായിരിക്കും മനുഷ്യർ ഖിയാമത്ത് നാളിൽ എന്ന് വിശുദ്ധ ഖുർആൻ പറയുക. സൂറത്തുൽ ഖമറിലെ 7-ാമത്തെ ആയത്താണ്. ഇതാണ് വെട്ടുകിളിയുമായി ബന്ധപ്പെട്ട് ഖുർആൻ പറയുന്ന കാര്യം. അപ്പോൾ 3 കാര്യങ്ങൾ പറഞ്ഞു. 4-ാമത്തത് നംല്. ഈ നംലിനൊരു പ്രത്യേകത കൂടിയുണ്ട്. ഖുർആനിലെ 27-ാമത്തെ അധ്യായത്തിൻ്റെ പേരാണ് എന്ത്? നംല്. ഖുർആനിലെ 27-ാമത്തെ സൂറത്തിൻ്റെ പേരാണ് നംല്, ഉറുമ്പ് എന്നാണ്. ഈ നംലിനെ ആൺവർഗത്തെയും പെൺവർഗത്തെയും പറ്റിയും ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പ്രാണികളിലൊന്നും അങ്ങനെ ഇല്ലെങ്കിൽ ഇവിടെ ഖുർആൻ നംലിനെ പറ്റി, ഉറുമ്പിനെ പറ്റി പറയുന്നിടത്ത് ആണും പെണ്ണും പറയുന്നുണ്ട്. നംല് എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്, നംലത്ത് എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. നംല് എന്ന് പറഞ്ഞാൽ ആണ്, നംലത്ത് എന്ന് പറഞ്ഞാൽ പെണ്ണ്. അത് രണ്ടിനെയും ഖുർആൻ എന്താക്കുന്നുണ്ട്? പറയുന്നുണ്ട്. നോക്കല്ലേ, 2 തവണയാണ് ആ പദം വന്നിട്ടുള്ളത്. നംല് എന്ന പദം ഖുർആനിൽ 2 തവണയാണ് വന്നത്. അതെവിടെയാണ്? ഖുർആനിലെ 27-ാമത്തെ സൂറത്ത്. ആ സൂറത്തിൻ്റെ പേരും എന്താണ്? നംല് എന്നാണ്. അതിലെ 18-ാമത്തെ ആയത്ത്. 27-ാമത്തെ സൂറത്ത്, അതിലെ 18-ാമത്തെ ആയത്ത്. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമും അദ്ദേഹത്തിൻ്റെ സൈന്യവും, സുലൈമാൻ നബിയും അദ്ദേഹത്തിൻ്റെ സൈന്യം കൂടി കടന്നു പോകുന്ന സമയത്ത് അവരെവിടെ എത്തിയെന്നാണ് ഖുർആൻ പറയുന്നത്? ഹത്താ ഇദാ അതൗ അലാ വാദിൻ നംല്, ഉറുമ്പിൻ്റെ താഴ്വരയിലൂടെ അവർ കടന്നു പോകാണ്. ഉറുമ്പിൻ്റെ ഒരു കൂട്ടം കടന്നു പോകുന്ന ആ താഴ്വരയിലൂടെ അവർ കടന്നു പോകുന്നു. കാലത്തിൻ നംലത്തു, അപ്പോൾ ഒരു ഉറുമ്പ് പറഞ്ഞു, ഒരു സ്ത്രീ ഉറുമ്പ്. ആ ഉറുമ്പ് പറഞ്ഞു, എന്താണ്? നിങ്ങൾ ശ്രദ്ധിക്കണം, കാരണം ഇവിടെ ആരുണ്ട്? സുലൈമാൻ നബിയുടെ സൈന്യവും കടന്നു പോകാണ്. അവർ നമ്മളെ ചവിട്ടിയാൽ നമ്മൾ എന്തായി പോകും? ചതഞ്ഞു പോകും. നമ്മൾ ചതഞ്ഞു പോകും എന്ന് ഉറുമ്പ് പറയുകയാണ്. ഈ ഉറുമ്പ് എന്ന പദം 3 തവണ ആട്ടോ, 2 അല്ല 3 മാറ്റി എഴുതണം. ഉറുമ്പ് എന്ന പദം 3 തവണ ആട്ടോ വന്നത് ഖുർആനിൽ, സൂറത്തു നംലിൽ തന്നെ 3 തവണ. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു ഉറുമ്പിൽ നിന്ന് മനുഷ്യനുള്ള പാഠം എന്താ? ഒരു ഉറുമ്പിൽ നിന്ന് മനുഷ്യനുള്ള പാഠം ആ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത്
മുഫസ്സിരീങ്ങൾ കൊടുക്കുന്നത് അത് ജമാഅത്തായിരിക്കുന്ന, എപ്പോഴും ഒറ്റപ്പെട്ടായിരിക്കില്ല, അതൊരു ജമാഅത്തായിരിക്കുന്ന ഒരു സംഘബോധമുണ്ട് ഉറുമ്പിനെന്ന. ആ ഉറുമ്പിലെ ഏതെങ്കിലും ഒന്നിന്, ഇപ്പം നിങ്ങൾ ഒരു ഉറുമ്പ് കടന്നു പോകുന്ന ഭാഗത്ത് ഏതെങ്കിലും ഒരു പലകയുടെ അല്ലെങ്കിൽ ഒരു മേശയുടെ ഭാഗത്തൊരു വെള്ളമുണ്ട്, ആ വെള്ളത്തിൽ ഒരു ഉറുമ്പ് പെട്ടാൽ അതിൻ്റെ കൂട്ടത്തിൽ വേറെ പലതും പെടും. അതിനൊരു സംഘബോധം ഉണ്ടെന്നാ. മറ്റൊന്ന് പഠിപ്പിച്ചത് അതിന് നാളെയുടെ കാര്യത്തെപ്പറ്റി ബോധമുണ്ടെന്നാ. കാരണം അതെന്താക്കും, എടുത്തു വെക്കും, നാളേക്ക് വേണ്ടിയുള്ള കാര്യങ്ങളെ ഒരുക്കി വെക്കും നംല്, ഉറുമ്പ് എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ അല്ലേ ഉറുമ്പുള്ള കൂട്ടത്തിൽ തീയിട്ടതിനെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനോട് പ്രവാചകൻ ഏറെ ഗൗരവത്തിൽ പറഞ്ഞു എന്നാ, ആ ഉറുമ്പിനെ നശിപ്പിച്ച് കളയരുത് എന്ന്. ആ ഉറുമ്പിൻ്റെ കൂട്ടത്തിൽ തീയിട്ട ആളുകളോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാർക്കശ്യത്തോടെ അവരെ അതിനു വേണ്ടി, അല്ലെങ്കിൽ അതിനെ അവർ ചെയ്ത തെറ്റാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഒരു ഉറുമ്പ് മനുഷ്യനെ സംഘബോധം പഠിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ശേഖരിച്ച് വെക്കാൻ, നാളേക്ക് വേണ്ടിയുള്ള കാര്യങ്ങളെ ശേഖരിച്ച് വെക്കാൻ പഠിപ്പിക്കണം എന്ന്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മൾ ഏറ്റവും എളുപ്പത്തിൽ പറയാം, ഇന്നത്തെ സേവിങ് അക്കൗണ്ട്, കറണ്ട് അക്കൗണ്ട്, ഇത് ഉറുമ്പ് പഠിപ്പിച്ചു എന്ന് പറഞ്ഞാൽ മതി. അതല്ലേ ഗൂഗിൾ പേയിൽ അല്ലെങ്കിൽ യോനോയിൽ അവനവൻ്റെ എത്ര ബാക്കിയുണ്ട്, ബാലൻസ് ഉണ്ട് എന്ന് ചെക്ക് ചെയ്യുന്ന ആൾക്കാരാണ് നമ്മൾ. ഇത് ഈ ചെക്ക് എപ്പോഴത്തേക്കുള്ള, അല്ലെങ്കിൽ ഈ ബാലൻസ് എപ്പോഴേക്കുള്ള, നാളേക്ക് വേണ്ടിയുള്ള. അവനവൻ്റെ ജീവിതത്തിൽ മറ്റു പ്രയാസങ്ങളോ ബുദ്ധിമുട്ടോ വരുമ്പോൾ ഉണ്ട് എന്ന് കരുതി വെക്കാനാണ്. ആ ഉറുമ്പിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്ന ഒരു സംഘബോധവും അതുപോലെ തന്നെ മനുഷ്യൻ നാളേക്ക് വേണ്ടി കരുതി വെക്കാൻ വേണ്ടി ഉറുമ്പിലൂടെ അള്ളാഹു പഠിപ്പിക്കുകയാണ്. ആണ് സൂറത്തു നംല്. നിങ്ങൾ ആലോചിക്കുക, അടുത്തതാണ് സൂറത്തുൽ അങ്കബൂത്ത്. ഇപ്പം എത്ര പ്രാണികളായി? 5 എണ്ണമായില്ലേ? 2 എണ്ണം കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. അങ്കബൂത്ത് നമുക്കറിയാം. ഖുർആനിലെ 29ാമത്തെ സൂറത്തിൻ്റെ പേരെന്താണ്? അങ്കബൂത്ത് എന്നാ. 29ാമത്തെ സൂറത്തിൻ്റെ പേര് അങ്കബൂത്ത്, 8 കാലി എന്നുള്ളതാണ്. ഈ 8 കാലിയെ പറ്റി ഖുർആൻ പറഞ്ഞ് എവിടെയാണ്, അല്ലെങ്കിൽ എന്ത് പഠിപ്പിക്കാനാണ്? നേരത്തെ പറഞ്ഞ തൗഹീദിൻ്റെ കാര്യം പറയുന്നിടത്ത് ഖുർആൻ ഏതിനുപയോഗിച്ചു? ദുബാബിനുപയോഗിച്ചു. ഷിർക്കിൻ്റെ നിരർത്ഥകത ബോധ്യപ്പെടുത്താൻ. ഷിർക്ക് പൊളിഞ്ഞു പോകുന്നതാണ്. അല്ലാഹുവല്ലാത്ത മറ്റേത് മഖ്ലൂക്കിനെ വിളിച്ചാലും അതിൽ കാര്യമില്ല, അതിലൊരു അടിസ്ഥാനമില്ല എന്ന് ബോധ്യപ്പെടുത്താൻ ഖുർആൻ ഷിർക്ക് എന്നുള്ളത് പൊളിഞ്ഞു പോകുന്നതാണ്, തകർന്നു പോകുന്നതാണ് എന്ന് പഠിപ്പിക്കാൻ ഖുർആൻ എടുത്ത ഉദാഹരണമാണ് ഔഹനൽ ബുയൂത്ത്, 8 കാലിയുടെ വീട് എന്നുള്ളത്. 8 കാലി ഒരു വീടുണ്ടാക്കാൻ എത്ര പണിയെടുക്കും ആലോചിച്ച് നോക്കി നിങ്ങൾ. ഒരു റൂമിൻ്റെ അല്ലെങ്കിൽ ഒരു ചുമരിൻ്റെ ഏതെങ്കിലും ഒരു കോർണറിൽ 8 കാലി ഒരു വല കെട്ടാൻ എത്ര പണിയുണ്ട്. പക്ഷെ അത് മനുഷ്യനെ തകർക്കാനോ ഒരു നിമിഷം കൊണ്ട് തകർക്കാൻ പറ്റും. എന്നാൽ അതിൽ പല്ലി വീണാലോ? പല്ലി പെട്ടുപോകും. ആലോചിച്ച് നോക്കി നിങ്ങൾ. പല്ലി അതിൽ വീണാൽ പല്ലി പെട്ടുപോകും. പല്ലിയല്ലാത്ത മറ്റു പാറ്റകളെ പറ്റി ആലോചിച്ച് നോക്കി. ആ പാറ്റകൾ അതിൽ വീണാലോ? ആ പാറ്റകൾ അതിൽ പെട്ടുപോകും. മനുഷ്യന് നിസാരമായി ഒരു വടി കൊണ്ടോ കൈ കൊണ്ടോ തകർക്കാവുന്ന 8 കാലിയുടെ വലയിൽ മറ്റ് പാറ്റകളോ പല്ലികളോ വീണാൽ അതിൽ പെട്ടുപോകുന്നു. ആ 8 കാലിയുടെ വല എത്ര നിസ്സാരമാണോ, ഇതുപോലെയാണ് അല്ലാഹു അല്ലാത്ത ഏത് ഔലിയാക്കന്മാരെ വിളിച്ചാലും, ഏത് മഹാന്മാരെ വിളിച്ചാലും, അവരോട് തേടിയാലും 8 കാലിയുടെ വല പോലെ പൊളിഞ്ഞു പോയതാണ് എന്ന് പഠിപ്പിക്കാൻ. ആലോചിച്ച് നോക്കി നിങ്ങൾ. ഇത്ര ശിർക്ക്, ഇത്ര നിസ്സാരമാണ് എന്ന് പറയാൻ ഇതിനേക്കാൾ നല്ല ഉദാഹരണം ഏതാ? മനുഷ്യർ പ്രാർത്ഥിക്കൽ എങ്ങനാ? അള്ളാഹു അല്ലാത്തവരോട് ആലോചിച്ച് നോക്കി നിങ്ങൾ. എന്ത് ഭവ്യതയാണ്, എന്ത് ഭക്തിയാണ്. പടച്ചവനല്ലാത്ത മറ്റ് ഔലിയാക്കന്മാരോടും മറ്റ് ആളുകളോടുമൊക്കെ മനുഷ്യർ പ്രാർത്ഥിക്കുമുണ്ടാകുന്ന ഭക്തിയും ഭവ്യതയും ഒക്കെ എത്ര ഉണ്ട്. പക്ഷെ എങ്ങനെയൊക്കെ പ്രാർത്ഥിച്ച ആ പ്രാർത്ഥനയുടെ അടിസ്ഥാനം എന്താ? അത് 8 കാലി വല കെട്ടിയതുപോലെ തകർന്നു പോകുന്നതാണ് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കാണ്. അപ്പം 8 കാലി അങ്കബൂത്ത് എന്നാണ് അതിന് പറയുക. ഖുർആനിലെ 29ാമത്തെ സൂറത്താണ് അങ്കബൂത്ത്. അങ്കബൂത്ത് എന്ന പദം ഖുർആനിൽ 2 തവണയാണ് വന്നത്. സൂറത്ത് അങ്കബൂത്ത് 29ാമത്തെ സൂറത്ത്, അതിലെ 41ാമത്തെ ആയത്ത്. 29ാമത്തെ സൂറത്ത് 41ാമത്തെ ആയത്ത്.
ഇതില്ലേ. ഇനി അവസാനത്തെ ഹഷറത്ത്, ഏഴാമത്തെ ചെറുപ്രാണി അതേതാണ്? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അതെ, പേൻ. കുമ്മൽ എന്നാണ് അതിന് അറബിയിൽ പറയുക. കുമ്മൽ, പേന്. ഖുർആനിലെ 7-ാം അധ്യായം സൂറ അഅറാഫിലെ തന്നെ 133-ാമത്തെ ആയത്ത്. ഫഅർസൽനാ അലൈഹിം തൂഫാന വൽ ജറാദ എന്ന് നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, അതിലെ തന്നെ ഏതാണ്? വൽ കുമ്മൽ. കുമ്മൽ പറഞ്ഞാൽ പേന്. ഏതില്ല നിങ്ങൾ? കുമ്മൽ എന്ന് പറഞ്ഞാൽ പേന്, പേന്, പേന്. ആലോചിച്ച് നോക്കി, അതില്ലാത്ത ഏത് മനുഷ്യനുണ്ടാവുക? പേന് തലയിലില്ലാത്ത ആരുണ്ടാവുക? ആലോചിച്ച് നോക്കി. ഫഅർസൽനാ അലൈഹിം തൂഫാന വൽ ജറാദ വൽ കുമ്മല. ഈ ഖുർആൻ എന്നുള്ളത് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് മനുഷ്യൻ ആഴത്തിൽ പഠിക്കാനും ചിന്തിക്കാനും തയ്യാറാണ് എങ്കിൽ, ഒരാളുടെ തലയിൽ മുഴുവൻ പേനുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കി. നമ്മളൊരു മെഡിക്കൽ ഷോപ്പിൽ പോയാൽ മരുന്ന്, പനിക്കുള്ള മരുന്നിനേക്കാൾ കൂടുതൽ എന്തുണ്ടാവും? തലയിലെ പേൻ പോക്കാനുള്ള അതിനുള്ള ഷാമ്പു, അതിനുള്ള മെഡിസിനും ഉണ്ടാവും. ആലോചിച്ച് നോക്കി. മനുഷ്യൻ്റെ ശരീരത്തിലെ മറ്റു രോഗങ്ങൾ മാറ്റുന്നതിനേക്കാൾ ഇന്ന് കൂടുതൽ പരസ്യങ്ങളുണ്ട്. സ്ത്രീകളുമായി ബന്ധപ്പെട്ട അവരുപയോഗിക്കുന്ന പല കാര്യങ്ങളുടെ പരസ്യങ്ങളുണ്ട്. ആ പരസ്യങ്ങളിൽ വലിയൊരു അഡ്വർടൈസ്മെൻ്റാണ് ഏത്? പേനുമായി ബന്ധപ്പെട്ടത്. ആലോചിച്ച് നോക്കി. വിശുദ്ധ ഖുർആനെ ഈ പറഞ്ഞു വെച്ച പ്രാണികൾ, ചെറുപ്രാണികൾ, അഷറാത്ത്, ഇതേപോലെ തന്നെ ഖുർആനിലെ ഫ്രൂട്ടുകൾ, ഇതേപോലെ തന്നെ വിശുദ്ധ ഖുർആൻ പറഞ്ഞ മൃഗങ്ങൾ, വിശുദ്ധ ഖുർആൻ പറഞ്ഞ ചില രാജ്യങ്ങളുടെ പേര്. ഖുർആനിൽ കുറേ രാജ്യങ്ങളുടെ പേരൊന്നുമില്ല, ചില രാജ്യങ്ങളുടെ പേരാണുള്ളത്. ആ പേരുകളൊക്കെ, ആ രാജ്യങ്ങൾ ഇന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ പഠിക്കാൻ ബോധ്യപ്പെടുത്തുന്നതാണ്. ഖുർആൻ പറഞ്ഞു വെച്ച പക്ഷികളുണ്ട്, ഖുർആൻ പറഞ്ഞു വെച്ച ചില പക്ഷികളുടെ പേര്, അതൊക്കെ എന്നും നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഇങ്ങനെ വിശുദ്ധ ഖുർആനിനെ അതിൻ്റെ ആശയതലത്തിലൂടെ ഖുർആൻ പറഞ്ഞു വെച്ച ഒരു ലഫ്ല് എന്ന് പറഞ്ഞാൽ ഒരു പദം, ആ ഒരു പദം പോലും വെറുതെ അല്ല എന്ന അർത്ഥത്തിൽ അതിൻ്റെ ആശയത്തെയും ഗൗരവത്തെയും പഠിക്കാൻ നമ്മൾ ശ്രമിക്കണം. ഞാൻ ഒറ്റ കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. മുന്തിരീനും മുന്തിരീനും പറഞ്ഞാൽ എന്താ വ്യത്യാസം? എന്താ മുന്തിരീൻ മുന്തിരീൻ? ഖുർആനിലെ സൂറത്ത് സോഫാത്തിൽ തൊട്ടടുത്ത് 2 ആയത്തും കാണാം. മുന്തിരീന്നും കാണാം, മുന്തിരീന്നും കാണാം. എന്താ തമ്മിലുള്ള വ്യത്യാസം? ഒന്നും ദാ എന്നാണ് നമ്മൾ പറയുന്നത്, ഒന്നും എന്താണ് പറയണേ? ദീ എന്നാണ് പറയുന്നത്. ഇതിൻ്റെ വ്യത്യാസം എന്താണെന്നറിയോ? അള്ളാഹു മനുഷ്യരിലേക്ക് അള്ളാഹു മുന്നറിയിപ്പുകാരെ അയച്ചു. ഈ മുന്നറിയിപ്പുകാർക്കാണ് എന്ത് പറയുക? മുന്തിരീൻ. മുന്നറിയിപ്പ് കിട്ടിയ ജനതക്കാണ് എന്ത് പറയുക? മുന്തിരീൻ. ഒരാൾ ഓതുമ്പോൾ തെറ്റിച്ചാൽ എങ്ങനെ ഉണ്ടാവും? സൂറത്ത് സോഫാത്തിലാണ് 97-98 നോക്കണം, എനിക്ക് ഓർമ്മയില്ല. ആലോചിച്ച് നോക്കി നിങ്ങൾ. മുന്തിരീൻ എന്നുള്ളിടത്ത് മുന്തിരി എന്ന് പറഞ്ഞാലോ, മുന്തിരീൻ എന്നുള്ളിടത്ത് മുന്തിരി എന്ന് പറഞ്ഞാലോ, അപ്പോൾ മുന്തിരീൻ എന്ന് പറഞ്ഞാൽ മുന്തിർ, മുന്നറിയിപ്പുകാരൻ. അതിൻ്റെ ബഹുവചനാണ് മുന്തിരീൻ, മുന്നറിയിപ്പുകാർ. അള്ളാഹു മുന്നറിയിപ്പുകാരെ അയച്ചു. അള്ളാഹു ആരിലേക്കാണോ മുന്നറിയിപ്പുകാരെ അയച്ചത്, ഈ മുന്നറിയിപ്പ് കിട്ടിയ, താക്കീത് കിട്ടിയ ആൾക്കാർക്കാണ് എന്ത് പറയുക? മുന്തിരീൻ എന്ന് പറയുക. ആലോചിച്ച് നോക്കി നിങ്ങൾ. അപ്പോൾ ഓതുന്നിടത്ത്, വായിക്കുന്നിടത്ത് ഒരു അകാരമോ ഇകാരമോ ആ ഈ എന്നുള്ള ശബ്ദം മാറിയാൽ തന്നെ ആശയം മാറും എന്നുള്ളതാണ് ഖുർആൻ്റെ പ്രത്യേകത. അതുകൊണ്ടാണ് സീക്രട്ട് ലാംഗ്വേജ് എന്ന് ഖുർആനെ പറ്റി പറയുക. ഒരാൾക്ക് മനസ്സിലാവില്ല, അത് ആയത്തിൽ പഠിക്കണം. ഇങ്ങനെയുള്ള വിശുദ്ധ ഖുർആനിൽ ഒരുപാട് വിഷയങ്ങളുണ്ട്. ഖുർആൻ പറഞ്ഞു വെച്ച നിറങ്ങൾ, ഖുർആൻ പറഞ്ഞു വെച്ച രാജ്യങ്ങളുടെ പേര്, ഖുർആൻ പറഞ്ഞ മൃഗങ്ങൾ, അതിൻ്റെ ഫ്രൂട്ടുകൾ, അതേപോലെ പച്ചക്കറിയുമായി ബന്ധപ്പെട്ട അതൊന്നും ഒരിക്കലും കാലഹരണപ്പെടൂല. അത് മനുഷ്യന് ബോധ്യമാകും. ഖുർആൻ പറഞ്ഞ നിറങ്ങൾ നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടി. ആ നിറങ്ങൾ ഏറ്റവും കോമൺ നിറങ്ങളാണ്. ബ്ലാക്കും വൈറ്റും റെഡും ഒക്കെ അതിലുണ്ട്. അങ്ങനെ വിശുദ്ധ ഖുർആൻ്റെ ആയത്തുകളെ ഒരു പഠനാർഹമായി കൂടുതൽ പഠിക്കാൻ, ഇത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഖുർആൻ്റെ മൂല്യം
അതെന്താണ് എന്ന് ബോധ്യപ്പെടും. താഴ്ത്ത് വീണെടുത്ത് ചുംബിക്കുന്ന ഒരു ഗ്രന്ഥമല്ല എന്നുള്ളതും അത് എത്ര ഗൗരവമുള്ളതാണ് എന്നും അതിൻ്റെ ആശയം എത്ര വലുതാണെന്നും നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒന്നാണ് വിശുദ്ധ ഖുർആൻ. ആ ഖുർആനെ ആ അർത്ഥ തലങ്ങളിലൂടെ, ആശയ തലങ്ങളിലൂടെ കൂടുതൽ ഗൗരവത്തിൽ പഠിക്കാൻ നമ്മൾ ശ്രമിക്കുക. അത്തരത്തിലുള്ള സംവിധാനങ്ങളിലും സദസ്സുകളിലും നമ്മുടെ സമയം നമ്മൾ ഉപയോഗപ്പെടുത്തുക. റഹ്മാനായ റബ്ബ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഈ ഇരുത്തവും ഈ പഠിത്തവും അള്ളാഹു ഒരു അമലുസ്സോലി ആയി നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഖുർആൻ ആഴത്തിൽ പഠിക്കാനും ആ പഠിക്കുന്നത് ജീവിതത്തിൽ നിലനിർത്താനുമുള്ള തൗഫീക്ക് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ പരലോകത്ത് ഖുർആൻ അനുകൂലമായി മറുപടി പറയുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته.